ഈ വിദഗ്ധരല്ലാത്തവർ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഈ ജയിലാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് എത്രയാ കൊടുക്കുന്നത്? 520 രൂപ കൂലി കൊടുക്കുന്നു എന്ന് പറയുക. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ ഒരു പണിയും ചെയ്യാൻ അറിയാത്തത്, സാധാരണ ഭാഷയിൽ പറഞ്ഞ, അപ്പോ ഒരു പണിയും ചെയ്യാൻ അറിയാൻ മേലാത്തവർക്ക് കൊടുക്കുന്ന കൂലിയാണ് 530. ഈ കൂലിയെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള വിദഗ്ധരായ തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലിയെ കുറിച്ചും കൂടെ ഒരു പൊതുധാരണ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ഈ കാര്യത്തെ കുറിച്ച് കുറച്ചൊക്കെ അറിയാമായിരിക്കും. അവരുടെ സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. കശുവണ്ടി തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന കൂലി എത്രയാണെന്നറിയാമോ? കേരളത്തിൽ കശുവണ്ടി തൊഴിലാളിക്ക്, അതായത് വിദഗ്ധരായിട്ടുള്ള കശുവണ്ടി തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി 538 രൂപയാണ്. അങ്ങനെ കിട്ടുന്നു എന്നാണ് അവകാശപ്പെടുന്നത് നമ്മുടെ തൊഴിൽ വകുപ്പ്. ഈ കയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ കയറും കയർഫണ്ടും ഒക്കെ ആയി വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ കൂലി എത്രയാണെന്നറിയാമോ? അവർക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 468 രൂപയാണ് അവരുടെ കൂലി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പെട്രോൾ പമ്പിലൊക്കെ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. വളരെ സാധാരണമായ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്ന ആളുകളാണ് അവര്. സമയം നോക്കാതെ ഈ പറയുന്ന ചൂടും വെയിലും എല്ലാം കൊണ്ട് നിൽക്കുമ്പോ അവർക്ക് 468 രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, അത് കൊടുക്കണമെന്നാണ് പറയണത്. ഇപ്പോ നമ്മളുടെ ഒപ്പം ഈ സംസാരിക്കുന്ന സഹോദരിയെ പോലെയുള്ള ആശാ വർക്കേഴ്സിന് ഇപ്പോ കൊടുക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന കൂലി എത്രയാ? 400 രൂപയാണ്. എത്ര തുച്ഛമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വെറും 400 രൂപയാണ്. ഇനിയിപ്പോ നമ്മളുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറയുന്ന ആൾക്കാർ എന്തിനു വേണ്ടി തൊഴിലുറപ്പ്? ജീവിക്കാൻ മറ്റൊരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് ഇത്ര 100 തൊഴിൽ ദിനങ്ങളോ 120 തൊഴിൽ ദിനങ്ങളോ കിട്ടണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് പട്ടിണി കൊണ്ട് മനുഷ്യർ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നീക്കിവെച്ചിരിക്കുന്ന മനുഷ്യന്മാര്, അവർക്ക് കിട്ടുന്നത് എത്രയാണെന്നറിയാവോ? അവർക്ക് കിട്ടുന്നത് 369 രൂപയാണ്. അപ്പോ ഈ കഠിന തടവിന് ഏറ്റവും വലിയ കുറ്റവാളിക്ക് കിട്ടുന്നത് എത്രയാ? 620 രൂപ. ഇവിടെ എത്രയാ? 300 സംതിങ് രൂപ. ഓൾമോസ്റ്റ് നേർ പകുതി എന്ന് പറയുന്ന ഒരു കാര്യമാണ്.